ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ലൈഫ് ടൈമായി വരുന്നത്, ഇതിന്റെ ഓയിൽ ഒന്നും മാറേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. എവിടുന്നോ 11 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റുമായിട്ട് വന്ന ഈ ഓഡി A6 അതിന്റെ വെറും 20% കോസ്റ്റില് സർവീസ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോവാം. ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം കസ്റ്റമറാണ്. ഈ കസ്റ്റമർ 5 വർഷം മുമ്പ് ഒരു യൂസ് കാർ വാങ്ങിയതാണ്. ഈ 5 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഒരു പ്രൈവറ്റ് വർക്ക്ഷോപ്പിൽ സർവീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തില് വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വണ്ടിക്ക് നല്ലപോലെ ജെർക്ക് വന്നിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല, ഗിയർ ഷിഫ്റ്റ് ആകുന്നില്ല. അതുപോലെ തന്നെ ഗിയർ ബോക്സിനകത്ത് നല്ല നോയ്സ് ഉണ്ട്. അങ്ങനെ കസ്റ്റമർ ഓടി ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ ട്രാൻസ്മിഷനാണ് വില്ലൻ. ട്രാൻസ്മിഷൻ കംപ്ലൈന്റ് ആയിപ്പോയി. അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ ലേബർ ചാർജ് അടക്കം 11 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഓഡിന്ന് കൊടുത്തു. അങ്ങനെ ഇവിടെ വന്ന് സെക്കൻഡ് ഓപ്ഷനായിട്ട് ഇവിടെ വന്നതാണ്. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് കറക്റ്റ് ആയിട്ടാണ് ഈ 5 വർഷവും സർവീസ് ചെയ്ത് പോകുന്നത്. അപ്പം ആ ടെക്നീഷ്യൻ എന്തോ ഗൾഫ് റിട്ടേൺ ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്. സോ വേറെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. ഈ 5 വർഷവും അതേ ഓയിലും ഫിൽറ്ററും മാത്രം മാറി. ഒരു പ്രാവശ്യമായിട്ട് ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ട്, വേറെ മെയിൻ്റനൻസ് ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ATF ഡ്രെയിൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല കുഴമ്പ് പരുവത്തിലാണ് ATF ഇരുന്നത്. ഡ്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കസ്റ്റമറെ അറിയിച്ചപ്പോൾ കസ്റ്റമർ ചോദിച്ചു, ഈ ടെക്നീഷ്യൻ എന്താ ഈ സാധനം മാറാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ലൈഫ് ടൈമായി വരുന്നത്, ഇതിന്റെ ഓയിൽ ഒന്നും മാറേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഈ വെഹിക്കിളിനെ സംബന്ധിച്ച് എല്ലാം 4 വർഷം അല്ല 60,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് ട്രാൻസ്മിഷന്റെ ഫ്ലൂയിഡും അതുപോലെ തന്നെ ഫിൽറ്റർ മാറേണ്ടതാണ്. അങ്ങനെ പ്രോപ്പറായിട്ട് മാറിയിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റിലോട്ട് വരത്തില്ല. ഓഡി A6ന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ട്രാൻസ്മിഷനൊക്കെ നല്ല പ്രൂവൻഡ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻസാണ്. അങ്ങനെയൊന്നും ഫെയിലിയർ വരത്തില്ല. പക്ഷെ അന്ന് ആ സർവീസ് കറക്റ്റ് ആയിട്ട് ചെറിയ എമൗണ്ടിന് തീർത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഭീമമായ നഷ്ടം കസ്റ്റമർക്ക് വരത്തില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഇവിടെ എത്തിയതുകൊണ്ട് ഒരു 20% കോസ്റ്റിൽ ഞങ്ങൾക്ക് തീർക്കാൻ പറ്റി. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സർവീസ് ചെയ്യാം. പക്ഷേ ഓരോ ബ്രാൻഡിന്റെയും സർവീസ് ഓരോ രീതിയിലാണ്. സോ അത് സർവീസിന് മാറ്റേണ്ട ഓരോ കാര്യങ്ങളാണ്. ഇത് ടെക്നിക്കലി അറിയാവുന്നവരുടെ അടുത്ത് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഭീമമായ നഷ്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും.